ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമ വാർത്തകൾ തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. ഉം. ഈ ചിന്മോയ് കൃഷ്ണദാസ്, ആ. ഇസ്കോണിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മോങ്ക്, ഒരു സന്യാസിയെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയാണ്. ഉം. അപ്പോൾ അത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഏതാനും സന്യാസിമാരെ, ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്യാസിമാരെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അവർക്ക് എല്ലാ കൃത്യ രീതിയിലുള്ള വാലിഡ് ഡോക്യുമെന്റ്സും പാസ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആ ഗവൺമെന്റിന്റെ തന്നെ ഭാഗത്തു നിന്ന് നടക്കുന്ന അടിച്ചമർത്തലുകൾ വളരെ ശക്തമായിട്ട് തുടരുകയാണ്. അപ്പം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കിട്ടുന്ന വിവരങ്ങൾ? ഈ സംഘർഷങ്ങൾ വരും ദിവസങ്ങളിൽ ഒഴിവാകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടോ? ബംഗ്ലാദേശിൽ എനിക്ക് തോന്നുന്നു യുഎസ് സർക്കാർ വന്നതിന് ശേഷം ഹിന്ദുക്കളെ വലിയ രീതിയിൽ അതിക്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പ്രതികരിച്ചാൽ ഒരുപക്ഷെ ബംഗ്ലാദേശിൻ്റെ സ്ഥിതി എന്താകും എന്നുള്ളത് നമുക്ക് വളരെ ആശങ്കയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ തമാശയ്ക്ക് പലരും പറയും, അതായത് ഇന്ത്യക്കാർ മുഴുവൻ നിരന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ ബംഗ്ലാദേശ് എന്നുള്ളത്. ഇന്ന് ബംഗ്ലാദേശ് കൂടുതൽ ഇന്ത്യയോട് കളിച്ചാൽ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് അതിക്രൂരമായ നടപടികൾ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ അക്കാര്യത്തിൽ ഇടപെടും. ഇന്ത്യയോടുള്ള ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ വിരോധം എന്ന് പറയുന്നത്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നല്ല അടുപ്പമുള്ള സൗഹൃദമുള്ള രാജ്യമായിരുന്നു. എപ്പോഴാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഷെയ്ഖ് ഹസീനയോടും ഇന്ത്യക്കൊരു താല്പര്യമുണ്ടായിരുന്നു. ആ സമയത്ത് ബംഗ്ലാദേശിനോടും ഒരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ യുഎസ് ജമാഅത്തെ ഇസ്ലാമി, അതായത് ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് ബംഗ്ലാദേശിൽ നിരോധിച്ച ഒരു സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അവിടെ മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രിയായി ഇടക്കാല സർക്കാരായി വരികയും പിന്നീട് അങ്ങോട്ടുള്ള യൂനസിന്റെ പ്രവർത്തനം, ഇപ്പോൾ യൂനസിന്റെ കയ്യിൽ നിന്ന് പോലും അധികാരം പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ജമാഅത്തെ ഇസ്ലാമികൾ പൂണ്ട് വിളയാടുന്നു. അവരാണ് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ ഈ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ഭീകരരായിരുന്ന പലരെയും ജയിലിൽ അടച്ചു. രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പലരെയും ജയിലിൽ അടച്ച ഒരു സ്ഥിതി ഉണ്ടായി. അവരെയൊക്കെ യുഎസ് വന്നതിന് ശേഷം പുറത്തു വിടുന്ന, ജയിൽ മോചിതരാക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അവർ പല അതിർത്തികൾ കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യയിലെ ട്രെയിനുകളെ വരെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇന്ത്യയിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിടുന്നു. ഇതൊക്കെ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായി കണ്ടുപിടിക്കുന്നതോടുകൂടിയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ ഇല്ലാതാകുന്നത് എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും പിന്തുണയോടുകൂടി ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ഫണ്ടിങ് അമേരിക്ക എന്നാണ് പറയുന്നത്. മാത്രമല്ല ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി നടത്തിയ സംവരണവുമായി ബന്ധപ്പെട്ട കലാപത്തിൽ ആ കലാപം അഴിച്ചുവിടാൻ പദ്ധതി തയ്യാറാക്കിയതൊക്കെ അമേരിക്കയുടെ കൂടി ഇടപെടൽ കൂടി കൊണ്ടാണ് എന്നുള്ളത് ബിൽ ക്ലിന്റൺ തന്നെ ഇരിക്കുന്ന ഒരു വേദിയിൽ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ ഫണ്ടിങ്ങും പാകിസ്ഥാന്റെ ഒരു കടന്നുകയറ്റവും കൂടി ബംഗ്ലാദേശിലേക്ക് ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ തകർക്കുക, അതിനെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് ഇവർ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. 101 വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുക, അവസാനം ഗതികെട്ട് ഹിന്ദുക്കളെ തല്ലുന്നതും ആക്രമിക്കുന്നതും ഹിന്ദുക്കളെ കൊല്ലുന്നതുമൊക്കെ കണ്ട് ഗതികെട്ട് അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ പറയുന്നു, മുസ്ലിം പള്ളികളിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഹിന്ദുക്കൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങൾ അവരെ രക്ഷിക്കൂ. മുസ്ലിം പള്ളികൾ തുറന്നിട്ട് കൊടുക്കുന്നു ഹിന്ദുക്കൾക്ക് രക്ഷപ്പെടാനും അഭയം തേടാനുമായി. കാരണം ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ തന്നെ. ചില ഏതാനും ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയുണ്ടായി, ക്ഷേത്രങ്ങൾക്ക് നേരെ ചില രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. അതുമാത്രമല്ല, ഈ ഇസ്കോൺ പോലുള്ള ഒരു സംഘടനയെ, ഒരു ഓർഗനൈസേഷനെ അവിടെ ബാൻ ചെയ്യണം, ബംഗ്ലാദേശിൽ ബാൻ ചെയ്യണം എന്നുള്ള മുറവിളികൾ കൂടി വളരെ ശക്തമായിട്ട് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇസ്കോൺ ഒരു തീവ്രവാദ പ്രവർത്തനമാണ് നടത്തുന്നത്. പക്ഷേ കോർട്ട് അത് നിഷേധിക്കുകയുണ്ടായി, അതിന് അനുമതി നൽകിയില്ല ബാനിന് വേണ്ടിയിട്ട്. അതിന് പിന്നാലെയാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള ഈ 63 സന്യാസിമാരെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഇന്ത്യയിലേക്ക്
വരാൻ വേണ്ടിയിട്ട് അനുവാദം നിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇവിടെ ഉയരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിലും ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായി പെടുന്നുണ്ട്. ന്യൂനപക്ഷ വേട്ടയാടലുകൾ ഇന്ത്യയിൽ സംഭവിക്കുന്നു, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നൊക്കെ ഇവിടെയുള്ള പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം കൂടിയാണോ ഇപ്പം ബംഗ്ലാദേശ് നടത്തുന്നത് ഹിന്ദുക്കൾക്ക് നേരെ? അപ്പം നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായിപ്പെടുന്നുണ്ട്. അവർ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്നൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ നിരന്തരമായിട്ട് ആരോപിക്കുന്നതാണ്. അപ്പോൾ ഒരു രാജ്യം എങ്ങനെയാണ് അവരുടെ ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, എത്രമാത്രം ഭദ്രമായി അവരുടെ അടുത്ത് സമീപനങ്ങൾ ഉണ്ടാവണം എന്നതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടിയല്ലേ ഇപ്പം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വേട്ടയാടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അത്തരത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് പ്രതിപക്ഷത്തിൻ്റെ വെറും പിന്നെ രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം മുസ്ലിങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു, അവർ ഇവിടെ സുരക്ഷിതരല്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ പല മുസ്ലിങ്ങളോടും ചോദിച്ചാൽ മോദി വന്നതിന് ശേഷം ആ സമുദായത്തിൽ തന്നെ വന്ന മാറ്റങ്ങളെ അവർ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മോദിയും അവർ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ CAA വന്നപ്പോൾ പ്രതിപക്ഷം എന്താണ് പറഞ്ഞത്? ഇവിടുത്തെ മുസ്ലിങ്ങളെ എല്ലാം ഇന്ത്യക്ക് പുറത്താക്കാൻ പോവുകയാണ്, നിങ്ങൾ ഒന്നീ പാകിസ്ഥാനിലേക്ക് പോകുക അല്ലെങ്കിൽ വേറെ രാജ്യമുണ്ടാക്കൂ. ആ ഒരു രീതിയാണ് ഇവിടെ മോദി സർക്കാർ എടുത്തിരിക്കുന്നത്. ആ നിലപാടാണ് CAA വന്നിട്ട് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ട് ഇവിടെ എത്ര മുസ്ലിങ്ങൾ ഇന്ത്യക്ക് പുറത്തുപോയി. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദു ആണ്. ഹിന്ദു അവിടെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ആ ഹിന്ദു ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യ നോക്കിയിരിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. യൂനസും ജമാഅത്തും ഒക്കെ ഏതുവരെ പോകുമെന്നുള്ളത് ഇന്ത്യൻ സർക്കാർ നോക്കിയിരിക്കുകയാണ്. ഇന്ത്യ കൃത്യമായി നിലപാട് സ്വീകരിച്ചാൽ അത് താങ്ങാനുള്ള ശക്തിയൊന്നും ബംഗ്ലാദേശിന് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ നിലനിന്നിരുന്നത് ഒരു ഹൈന്ദവ സംസ്കാരമാണെന്നും അത്തരത്തിലൊരു എന്താ പറയുക ക്ഷേത്രങ്ങളാണ് ഇവിടെ, വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെ നിലനിന്നിരുന്നതെന്നും പിന്നീട് ആ ക്ഷേത്രങ്ങൾ പൊളിച്ചുകൊണ്ടാണ് പള്ളികൾ വന്നതെന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ പലരും വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ മോഹൻ ഭാഗവത് പറയുന്നത് എല്ലാവരും അനുസരിക്കണമെന്നില്ല. 1500 കാലഘട്ടത്തിലെ അല്ലെ 1550 ആ കാലഘട്ടത്തിലെ ഒരു അന്നുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോ സർവേ ഒക്കെ നടക്കുന്നത്. മുഗളിന്റെ സമയത്ത് ആക്രമിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആക്രമിക്കപ്പെട്ടു, പിന്നീട് അത് പള്ളിയായി വന്നു. പള്ളിയുടെ താഴെ അമ്പലത്തിന്റെ ചില അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഹരിശങ്കർ എന്ന് പറയുന്ന പിന്നെ അഭിഭാഷകനും അദ്ദേഹത്തിന്റെ അച്ഛനും കൂടെ ചേർന്നാണ് കോടതിക്ക് ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയിലെ പരമായാണ് കോടതി അവിടെ സർവേ നടത്താൻ ആദ്യം കുറച്ച് ഉദ്യോഗസ്ഥർ വരുന്നു. അന്ന് പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത് ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് അവിടെ സംഘർഷഭരിതമായ അവസ്ഥ ഉണ്ടാകുന്നു. അതിൽ 3-4 പേർ കൊല്ലപ്പെടുന്നു. ആ പ്രദേശം തന്നെ സംഘർഷപരമായ. BJP ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ എല്ലാ പള്ളിയുടെ അടിയിലും ശിവലിംഗം ഉണ്ടോയെന്നും അമ്പലമുണ്ടോയെന്നും അന്വേഷിച്ച് നടക്കാൻ. അത് വിവരമില്ലാത്തവർ എവിടെയെങ്കിലും ഇരുന്ന്, ഹിന്ദുക്കളിലും വിവരമില്ലാത്ത കുറേ എണ്ണമുണ്ട്. അവർ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ തലയിലേക്ക് മോദിയുടെയും RSSന്റെ പേര് കൊണ്ടൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഇടപെടും, BJP സർക്കാർ ഇടപെടും. അതിൽ ഒരു സംശയം വേണ്ട. യൂനസിനെ മോദി കളി പഠിപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇസ്കോണിനൊക്കെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് ഇവര് കാണുന്നത് ബംഗ്ലാദേശ്. അതുകൊണ്ടാണ് അവിടുന്ന് കോർട്ടിലടക്കം പോയി ഈ സംഘടനയെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇസ്കോൺ ഒരു തീവ്രവാദ സംഘടനയാണോ? എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാത്തത് കൊണ്ട് ഇത് തീവ്രവാദ സംഘടനയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയാണ് എങ്കിൽ അക്കാര്യത്തിൽ കൂടുതൽ പിന്നെ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നമുക്കറിയില്ലാത്ത ഒരു കാര്യത്തെ ശരിക്കും പറഞ്ഞു തീവ്രവാദ സംഘടനയല്ല, അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ശരി. അവരൊരു കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് നിർത്തിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ലോകത്ത് എത്രയോ 300ഓളം സ്ഥലങ്ങളിൽ അവർക്ക് ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ നമുക്ക് ഒരു കാരണവശാലും നിരാകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും.